നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ കർഷകരെ PM കിസാൻ പദ്ധതിയുടെ 22ാം ഗഡു ഫെബ്രുവരിയിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ ചില കർഷകരുടെ പണം കുടുങ്ങാൻ സാധ്യതയുണ്ടോ, KYC ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്നത്. 22ാം ഗഡുവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി നോക്കാം. രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം ഓരോ അർഹരായ കർഷകനും വർഷം 6000 രൂപ 3 ഗഡുക്കളായി 2000 വീതം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതുവരെ എത്ര ഗഡുക്കൾ നൽകിയെന്ന് നോക്കുമ്പോൾ PM കിസാൻ പദ്ധതി ആരംഭിച്ചതിന് ശേഷം 21 ഗഡുക്കൾ ഇതിനകം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. 21 ഗഡു 2025 നവംബർ 19 കോയമ്പത്തൂരിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. 90 ദശലക്ഷത്തിലധികം കർഷകർക്ക് ഈ ഗഡു ലഭിച്ചിരുന്നു. നവംബറിൽ 21 ഗഡു എത്തിയതിനാൽ 4 മാസത്തെ ഇടവേള പൂർത്തിയായ ഫെബ്രുവരിയിൽ 22ാം ഗഡു എത്തുമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ആരുടെയൊക്കെ 22ാം ഗഡു കുടുങ്ങാൻ സാധ്യതയുണ്ടെന്ന് നോക്കുമ്പോൾ എല്ലാ കർഷകരും സ്വയമേവ പണം കിട്ടണമെന്നില്ല. 22ാം ഗഡു തടയപ്പെടുന്നത് ആർക്കെല്ലാം എന്ന് നോക്കുമ്പോൾ സ്കീമിന് അർഹതയില്ലാത്തവർ, സർക്കാർ ജീവനക്കാർ, ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ, ഉയർന്ന വരുമാനമുള്ളവർക്ക് ഈ സ്കീമിൽ അവസരം ഉണ്ടാവുന്നതല്ല. തെറ്റായ വിവരങ്ങൾ നൽകിയവർ, തെറ്റായ രേഖകൾ, ഭൂമി വിവരങ്ങളിൽ പിഴവുള്ളവർ, വ്യാജ രജിസ്ട്രേഷൻ ഉള്ളവർക്കൊക്കെയാണ് ഇതിൽ അവസരമില്ലാത്തത്. KYC പൂർത്തിയാക്കാത്ത കർഷകർ, ഇപ്പോൾ KYC നിർബന്ധമാണ്. KYC ഇല്ലെങ്കിൽ പണം വരുന്നതായിരിക്കില്ല. ഭൂമി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവർ, നിശ്ചിത സമയത്തിനുള്ളിൽ ലാൻഡ് സീഡിംഗ് വെരിഫിക്കേഷൻ ചെയ്യാത്തവർക്കായിരിക്കും ഇത് ബാധിക്കുക. PM കിസാൻ KYC എങ്ങനെ ചെയ്യാം? ഇത് വളരെ എളുപ്പമാണ്. ആദ്യം pmkisan.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോകുക. ഹോം പേജിൽ കാണുന്ന ഫാമേഴ്സ് കോർണർ ക്ലിക്ക് ചെയ്യുക. അവിടെ KYC എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകുക. സബ്മിറ്റ് ചെയ്യുക. എല്ലാം ശരിയായാൽ KYC സക്സസ്ഫുൾ എന്ന മെസ്സേജ് കാണാവുന്നതാണ്. കർഷകർ ശ്രദ്ധിക്കേണ്ടത്, 22ാം ഗഡു നഷ്ടമാകാതിരിക്കാൻ KYC ഇന്ന് തന്നെ പൂർത്തിയാക്കുക. ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്ക് പരിശോധിക്കുക. ഭൂമി വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. ഫെബ്രുവരിയിൽ 22ാം ഗഡു എത്തുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ കർഷകർ. എന്നാൽ ചെറിയ അനാസ്ഥ പോലും 2000 നഷ്ടമാകാൻ കാരണമാകും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.